കേരള ബജറ്റ് അവതരണം പൂർത്തിയാകുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയവ നൽകാനാവാത്ത ബുദ്ധിമുട്ടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പരിഷ്കരണങ്ങൾ വന്നാലും കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത നിലയിലാണ് സർക്കാർ ഇപ്പോൾ. ഏവരും കാതോർത്തിരുന്ന കേരള ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏവരും പ്രതീക്ഷിച്ചത് നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യുകയാണ്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും തൊഴിലുറപ്പ് വേതനവും സപ്ലൈകോ സബ്സിഡി തുടങ്ങിയവയൊക്കെ നൽകുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് ജനങ്ങളിലേക്ക് പണം എത്തുന്നതിനെ ബാധിക്കുകയും പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നതാണ്. റവന്യൂ ചെലവ് കുതിച്ചതും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമൊക്കെ നിലവിലെ ഗുരുതരാവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ കേരളത്തിന് അനുവദിച്ചിരുന്ന കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ വീണ്ടും കുറവ് വരുത്തിയതോടെ പ്രതിസന്ധി കയത്തിലായിരിക്കുകയാണ് കേരളം. കടമെടുപ്പ് പരിധിയിലും ഗ്രാന്റുകളിലും വെട്ടിക്കുറയ്ക്കൽ തുടരുന്ന കേന്ദ്രം കേരളത്തെ കുറ്റപ്പെടുത്തുന്നതിൽ ഒട്ടും ഇളവ് വരുത്തിയിട്ടുമില്ല. ധനമാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കേരളത്തിൻ്റേത് അതീവ മോശം ധനവിനിയോഗമാണെന്നും കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നതാണ്. എടുക്കുന്ന കടം, ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കടക്കമാണ് സംസ്ഥാനം ചിലവഴിക്കുന്നതെന്നും കേന്ദ്രത്തിന്റെ വിമർശനമുണ്ട്. എന്നാൽ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതിക്കും പണം നീക്കിവെക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും അത് കേന്ദ്രം എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തതെന്നും സംസ്ഥാനം ചോദിക്കുന്നുണ്ട്. 5 വർഷം കൊണ്ട് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ 1,25,000 കോടി രൂപയുടെ കുറവ് കേന്ദ്രം വരുത്തിയിട്ടുണ്ടെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലും ചൂണ്ടിക്കാണിച്ചത്. ഇതിനു പുറമെ കേന്ദ്ര ഗ്രാന്റുകളിൽ വരുത്തിയ ഇടിവ് കൂടി ആയതോടെ പ്രതിസന്ധി മൂർച്ഛിച്ചു. പ്രതിവർഷം കേരളത്തിന് കിട്ടേണ്ടുന്ന ഗ്രാന്റ്, കടമെടുപ്പ് പരിധി എന്നിവയിലായി 57,000 കോടി രൂപയുടെ കുറവ് വരുത്തി കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണെന്നും KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തുതന്നെയായാലും ബജറ്റ് അവതരണം പൂർത്തിയായതോടെ വലിയ പ്രതീക്ഷയിൽ നിന്ന ജീവനക്കാർക്ക് സന്തോഷമാണ്. എങ്കിൽ ഈ ഒരു പെൻഷൻ, ശമ്പളമൊക്കെ കിട്ടുമോ എന്നുള്ള ഒരു കാര്യത്തിലും ഇതുവരെയും ഉറപ്പില്ല. സർക്കാരിന്റെ വെറും വാക്കാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടതും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.